ഡിയേഴ്സ്, നമ്മളെ കുറച്ച് നാളായി കണ്ടിട്ടില്ലേ. എന്തായാലും എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഡിഷിലേക്ക് കിടക്കാം എന്തായാലും കേട്ടോ. ഈ ഒരു ലോക്ക്ഡൌൺ പീരീഡിൽ വളരെയധികം ഇന്നോവേറ്റ് ചെയ്യപ്പെട്ട ഒരു ഐറ്റമാണ് ചക്ക കുരു, ഈവൻ പ്ലാവിൽ വരെ അല്ലേ. നമ്മളിന്ന് അങ്ങനെ ഒരു ഐറ്റത്തിലേക്ക് കിടക്കുന്നത്. ഇടിച്ചക്ക വെച്ചിട്ട് ഒരു നല്ല ചക്ക ചില്ലി, നമ്മളെ ചിക്കൻ ചില്ലിയൊക്കെ പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കറുമുറ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കാണാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഉടനെ തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ നോട്ടിഫിക്കേഷൻസും ഓപ്റ്റ് ചെയ്തേക്കണേ. അപ്പോൾ തുടങ്ങാം അല്ലേ. നമ്മൾ താരം ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു കുഞ്ഞി ഇടിച്ചക്ക ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ചെറുതായിട്ട് അതിൻ്റെ ഫ്രഷ്നെസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്, 2 ദിവസമായി എത്തിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനൊന്ന് മുറിച്ചെടുക്കുമ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഇടിച്ചക്ക മുറിച്ചെടുക്കുമ്പം ആ പകുതിക്കങ്ങ് കട്ട് ചെയ്തിട്ട് കുഞ്ഞു പീസസ് ആക്കുക. എന്നിട്ട് പീസായി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചെറുതായിട്ട് അതിൻ്റെ തൊലിയങ്ങ് കട്ട് ചെയ്തെടുക്കാൻ ഇതുപോലെ എളുപ്പമാണല്ലോ. അപ്പോൾ ഇതുപോലെ എല്ലാ പീസസും നല്ല ചെറുതാക്കി കട്ട് ചെയ്യുമ്പം ഇതിൻ്റെ നടുവിലത്തെ ഭാഗത്തിന് നിങ്ങൾ എന്താ പറയുന്നത്, ഞങ്ങൾ ചക്കയുടെ മൂക്കെന്ന് പറയും കേട്ടോ. ആ മൂക്ക് മുറിച്ച് കളയുമ്പം ശ്രദ്ധിക്കുക, മുഴുവനായിട്ട് മൂക്ക് മുറിക്കേണ്ട, കുറച്ചങ്ങ് വെച്ചേക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടിച്ചക്ക കട്ട് ചെയ്യുന്ന ഇതുപോലെ പീസാക്കി വെക്കേണ്ട നമുക്ക് ചില്ലി ഉണ്ടാക്കാനായിട്ട്. ആ പീസാക്കി വെക്കുമ്പം മൂക്കൊട്ടില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിതറി കിടക്കില്ല ഇതിൻ്റെ ഈ ഇതളുകളൊക്കെ. എന്തൊക്കെ നിങ്ങൾ എന്താ പറയുന്നത്, ഞങ്ങൾ ഇതിന് പോണ്ടി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ പറയുന്ന വ്യത്യസ്തമായ പേരുകളായിരിക്കും. എന്തായാലും ഇതിൻ്റെ മൂക്ക് ചെത്താതിരിക്കുക, മുഴുവനായിട്ട് ചെത്താതിരിക്കുക. ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ ചെതറി പോവാതിരിക്കാൻ പീസ് ഇതുപോലെ നല്ല ചിക്കൻ പീസസ് ആയിട്ട് പോലെ നമുക്ക് തോന്നുന്ന രീതിയിൽ കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടോ. ഇതിലേക്ക് നമുക്കിനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതായത് 5 ml സ്പൂണാണ് കേട്ടോ, കുഞ്ഞു സ്പൂണ്. പിന്നെ ഞാനിയും പറയുന്നത് ടേബിൾ സ്പൂണാണ്, 15 ml, അതായത് ടീസ്പൂണിൻ്റെ 3 ഇരട്ടിയായിട്ട് ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, നമ്മൾ പിരിയമുളകിൻ്റെ പൊടി എന്ന് പറയുന്നത് നല്ല കളറുള്ള അല്ലേ. ഒരു 2 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മളെ ഇറച്ചി മസാല എന്നൊക്കെ പറയുന്ന റെഡിമെയ്ഡ് മീറ്റ് മസാലയാണിത്. 1/2 ടീസ്പൂൺ ഗരം മസാലയും പിടിച്ചെടുത്തത് ചേർക്കുന്നുണ്ട്. അപ്പോൾ പൊടികളൊക്കെ ചേർത്തു. മെയിനായിട്ടുള്ള കാര്യം ഉപ്പും കൂടെ ചേർക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിനി ഒരു ചതച്ചെടുക്കാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ തന്നെ പെരുംജീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു 4-5 വെളുത്തുള്ളി, ഇത്രയും കൂടെയാണ് ചതച്ചെടുക്കേണ്ടത്. ഇനി ഈ ചതച്ചെടുത്ത അരപ്പും കൂടെ ചേർത്ത് ഒരു 3 ടേബിൾ സ്പൂൺ മൈദയാണ് കേട്ടോ. ടേബിൾ സ്പൂണാണ്, നേരത്തെ പറഞ്ഞ പോലെ 15 ml സ്പൂണിനാണ് എടുത്തിരിക്കുന്നത്. 15 ml സ്പൂണിന് 3 സ്പൂൺ നിറയെ മൈദപ്പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടി, നമ്മൾ വറുത്ത് പൊടിച്ച് വയ്ക്കില്ലേ പത്തിരി ഉണ്ടാക്കാനായിട്ട്, ആ പൊടിയും കൂടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും. ഇനി കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കണം. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ഇതുപോലെ ഈ ഒരു പരുവത്തിന് നല്ല തിക്കായിട്ടുള്ളൊരു കോട്ടിങ് കിട്ടുന്ന രീതിയിൽ വേണം പിടിപ്പിച്ചെടുക്കാനായിട്ട്. ഇതൊരു 2 മണിക്കൂറെങ്കിലും ഇതുവരെ ഇരുന്നോട്ടെ കേട്ടോ. 1 മണിക്കൂർ മിനിമം വെച്ചേക്കണം. നന്നായിട്ട് അരപ്പൊക്കെ ഇതിൻ്റെ പൊടികളൊക്കെ ഇതിനകത്തേക്ക് പിടിക്കാൻ വേണ്ടിയാണ്, വേറെ ഒന്നുമല്ല. അങ്ങനെ നമ്മളെ ചക്ക പീസസൊക്കെ 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി എന്തായാലും നമുക്ക് ഇതിനെ മുക്കി പൊരിച്ചെടുക്കാം അല്ലേ. അതിനായിട്ട് നമ്മളെ സ്വന്തം ചീനച്ചട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. ഫുൾ ഫോമിൽ തിളച്ച് വരുമ്പോൾ മാത്രം നമ്മൾ മുക്കി പൊരിച്ചെടുക്കാനുള്ള എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ചക്ക പീസസ് ഇടാൻ പോവുകയാണ്. അതിന് മുമ്പ് ഒരു കുഞ്ഞു കാര്യം ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പില നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയിൽ ആദ്യം അങ്ങ് വറുത്ത് കോരി വെക്കുക. അപ്പോൾ എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ക്രിസ്പി കറിവേപ്പില കിട്ടുകയും ചെയ്യും. ചക്ക പീസസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അതിൻ്റെ കൂടെ ഈ വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയുടെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും. അപ്പോൾ അത് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഇനി നമുക്ക് ഈ തിളച്ച എണ്ണയിലേക്ക് നമ്മളെ ചക്ക പീസസ് കൂടുതലായിട്ട് ഇടാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ. നമ്മൾ ഇടുന്ന അത്രയും ചക്ക പീസസ് ഈ തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിൽ മുങ്ങി കിടക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രിസ്പിനെസ് നമുക്ക് വിചാരിച്ച പോലെ കിട്ടില്ല. മാത്രമല്ല എണ്ണ നന്നായിട്ട് കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഫുൾ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഒരു പിടി ചക്ക പീസസ് നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഞാനിപ്പോൾ ഇടുകയാണേ. അപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ്. അപ്പം ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകുക എന്നുള്ളൊരു റിസ്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റും. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒരുപാട് ചൂടായിട്ട് കുറച്ചൊന്ന് പുകയാൻ തുടങ്ങുന്നൊരു സ്റ്റേജ് എത്തുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ചെയ്യാം കേട്ടോ. സിമ്മറിലേക്ക് ആവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം സിമ്മറിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്കയുടെ എന്ത് പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ മുക്കി പൊരിക്കുന്ന സമയത്ത് സിമ്മർ ഫ്ലെയിമിൽ ചെയ്യുമ്പോൾ ഒരുപാട് എണ്ണ കുടിച്ചു പോകും. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ മാത്രം മുക്കി പൊരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചക്കച്ചില്ലി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓരോ ചക്കയുടെയും വലുപ്പത്തിനനുസരിച്ച് ചേർക്കുന്ന മസാലപ്പൊടിയുടെ അളവൊക്കെ നമുക്ക് മാറ്റിയെടുക്കേണ്ടി വരും കേട്ടോ. എന്തായാലും കോട്ടിങ്ങിനായിട്ട് നമ്മൾ ചേർക്കുന്ന മൈദപ്പൊടിയും പത്തിരിപ്പൊടിയും എന്നുള്ള ആ ഒരു റേഷ്യോ 2:1 എന്നുള്ള റേഷ്യോയിൽ എടുക്കുക. അത് എത്രത്തോളം ആവശ്യമുണ്ട്, അതായത് അത്യാവശ്യം നല്ലൊരു തിക്ക് കോട്ടിങ് നമുക്ക് വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ ചക്കയാണ് നമ്മൾ വറുത്ത് കഴിഞ്ഞിട്ട് ഈ കോട്ടിങ് കുറവാണെന്നുണ്ടെങ്കിൽ അത് ക്രിസ്പിനെസ് എന്തായാലും കുറച്ച് നേരം ക്രിസ്പിനെസ് നിൽക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കടിച്ച് കഴിക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. ഈ കോട്ടിങ് അത്യാവശ്യത്തിന് ഇല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്പിനെസ് പെട്ടെന്ന് നഷ്ടപ്പെടുകയും ചെയ്യും.
ആ കോട്ടിങ് കുറവുള്ള പീസസ് നമുക്ക് കഴിക്കുമ്പം പല്ലൊക്കെ വേദനിച്ച് തുടങ്ങും കേട്ടോ. അപ്പം ആ കോട്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയ്ക്ക് ഉണ്ടെന്നുള്ള കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണേ. അപ്പോൾ നമ്മൾ ചക്ക പീസസ് ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഡാർക്കാവാൻ നിൽക്കരുത് കേട്ടോ, കാരണം ഈ ഒരു പരുവത്തിന് എത്തുന്നത് തന്നെ വറുത്ത് കോരിക്കണം. പുറത്തിരുന്ന് തന്നെ അതിൻ്റെ ഒരു ചൂടിൽ കുറച്ചുകൂടെ ഒന്ന് ഡാർക്കായി വരും. അപ്പോൾ കരിയുന്നതിന് മുമ്പ് ഈ ഒരു പരുവത്തിനാവുമ്പോൾ നമ്മൾ വറുത്ത് കോരി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ക്രിസ്പി ചക്ക ചില്ലി നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കറിവേപ്പിലയും കൂടി ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് വിതറാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ ഒന്ന് ഉഷാറാക്കാനായിട്ട് 2 ടോപ്പിങ്ങും കൂടെ ആവാം കേട്ടോ. നല്ലൊരു ചെറിയ സവാള നല്ല നേരിയതായിട്ട് നല്ല പച്ചയ്ക്ക് അങ്ങ് അരിഞ്ഞിടണം. അതിൻ്റെ മുകളിലൊരു ചെറുനാരങ്ങയും കൂടെ നന്നായിട്ട് നിങ്ങൾ പിഴിഞ്ഞിട്ട് ഒരു നല്ല കട്ടൻ കാപ്പിയും കൂടെ ഇട്ട് കൂടെ ഇതുപോലെ കറുമുറ അങ്ങ് കഴിച്ചിരിക്കാം. അപ്പോൾ ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എപ്പോഴും പറയുന്ന പോലെ അഭിപ്രായങ്ങൾ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ മറ്റേ റെഡ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ തെളിഞ്ഞു വരും. ആ ഒരു ബെല്ലൈക്കണിൽ 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്ടിവേറ്റ് ചെയ്യാനും മറന്നു വേണ്ട, നമ്മളെല്ലാ വീഡിയോസും അപ്പോൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെന്താ, നമുക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകാതിരിക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ബൈ, ടേക്ക് കെയർ.